ഒരു വെർട്ടിക്കൽ റോഡ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എം എന്ന് പറഞ്ഞൊരു മാസം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതും ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ചേഞ്ച് ഇൻ എല്ലാന്നും തന്നിട്ടുണ്ട് ഈക്വിലിബ്രിയം കണ്ടീഷനിൽ. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഡൻലി അതിൻ്റെ മാസ് m/2 ആയിട്ട് റെഡ്യൂസ് ചെയ്ത സമയത്ത് റോഡ് ലോങ്റ്റിറ്റ്യൂഡിനൽ ഓസിലേഷനിൽ അണ്ടർഗ്രോ ചെയ്തപ്പോൾ നമ്മോട് ചോദിച്ചിരിക്കുകയാണ് ആംഗുലർ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഈ കേസിൽ നമുക്ക് യങ്സ് മോഡുലസ് ഫസ്റ്റ് കേസിൽ എന്താ, യങ്സ് മോഡുലസിൻ്റെ ഫോർമുല F ഡിവൈഡഡ് ബൈ A ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് എഫ് കണ്ടുപിടിക്കാൻ പറ്റും. എഫ് എന്തായിരിക്കും, യങ്സ് മോഡുലസ് ഇൻറ്റു A ഇൻറ്റു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ആ സമയത്ത് അതിൻ്റെ മാസ് m ആയിരുന്നു, അപ്പോൾ m ഇൻറ്റു g സാധാരണ പോലെ തന്നെ. പക്ഷേ ഈ m/2 എന്ന് പറഞ്ഞിട്ടുള്ള മാസ് നമുക്ക് സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ലെങ്ത് എന്തായിരിക്കും കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചേഞ്ച് ഇൻ L ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അതിൻ്റെ ലെങ്ത് ആയിട്ടുണ്ടായിരിക്കാം. അത് ആദ്യത്തെ കേസിലത്തെയാണ് ചേഞ്ച് ഇൻ L എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ മാസം m/2 ആയിട്ട് ചുരുക്കിയപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ L ഡിവൈഡഡ് ബൈ 2 ആണ്. അതുപോലെ മാസം m/2 ഇൻറ്റു g. അപ്പോൾ നമ്മൾ F2 നിന്ന് F1 നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ഇക്വേഷൻ b മൈനസ് a ചെയ്യുമ്പോൾ YA ഡിവൈഡ് ബൈ L കോമൺ ആയിരിക്കും. L ഡിവൈഡഡ് ബൈ 2ൽ നിന്ന് മൈനസ് L കുറയ്ക്കുമ്പോൾ എന്തായിരിക്കും, 1 നിന്ന് ഹാഫ് കുറയ്ക്കണ പോലെ. മൈനസ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -1 നിന്ന് ഹാഫ് കുറയ്ക്കണ പോലെ. മൈനസ് L കോമൺ ആയിട്ട് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് -1 എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ആയിരിക്കും. ഇങ്ങനെ അടുത്ത് എന്താണ് വന്നിരിക്കുന്നത്, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒമേഗയാണ് കണ്ടുപിടിക്കാൻ പഠിക്കുന്നത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിനോട് ഈക്വൽ ആണ്. ചേഞ്ച് ഇൻ എഫ് എന്ന് പറയുന്നത് m⍵² ചേഞ്ച് ഇൻ L ആണ്, ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ആൻസറും. ഇതിൽ ചേഞ്ച് ഇൻ L എന്താണ്, L ഇപ്പോഴത്തെ മാസ് m/2 ആയ സമയത്ത് ചേഞ്ച് ഇൻ L/2 മൈനസ് ചേഞ്ച് ഇൻ L എന്ന് പറയുന്നത് എന്തായിരുന്നു, മൈനസ് ഓഫ് L/2 ആണ്. അത് ചേഞ്ച് ഇൻ എക്സ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യും, 2 ക്യാൻസൽ ആയി പോയി, ചേഞ്ച് ഇൻ L ക്യാൻസൽ ആയി പോയി, നെഗറ്റീവ് രണ്ടിന്ന് ക്യാൻസൽ ആയി പോകുമ്പോൾ ⍵² ഈസ് ഈക്വൽ ടു √YA ഡിവൈഡഡ് ബൈ ML എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.